ഇടുക്കിയിൽ വ്യത്യസ്ത വാഹന അപകടങ്ങളിലായി 4 മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. പന്നിയാർകുട്ടിയിൽ വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരണം 3ആയി. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഇബ്രാഹാമാണ് മരിച്ചത്. കട്ടപ്പന കരിമ്പാരിപ്പടിയിൽ കാർ ക്രാഷ് ബാരിയറിൽ ഇടിച്ച് കാർ യാത്രികരും മരിച്ചു. വള്ളക്കടവ് സ്വദേശി റോബിൻ ജോസഫാണ് മരിച്ചത്. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ആൽവിൻ തോമസ് ചേരുന്നു. ആൽവിൻ, ഇടുക്കിക്ക് ഇത് അപകട ദിനങ്ങളാണ് എന്നാണ് തോന്നുന്നത്. കഴിഞ്ഞ ദിവസം കന്യാകുമാരിയിൽ നിന്നെത്തിയ യാത്രാ സംഘം അവിടെ അപകടത്തിൽപ്പെടുന്നത് കണ്ടു. കഴിഞ്ഞ ദിവസം രാത്രി ഒരു കുടുംബം കാറ് കൊക്കയിലേക്ക് മറിഞ്ഞ് അപകടത്തിൽപ്പെടുന്നു. ഇന്നിതാ പുതിയൊരു അപകട വാർത്ത കൂടി അവിടെ നിന്നും വരികയാണ്. എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ അപകടങ്ങളിലൊക്കെ പൊതുവായി കാണാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? രാത്രിയാണ് ഈ 2 അപകടങ്ങളും ഉണ്ടാകുന്നത്. ഒന്ന് പന്നിയാർകുട്ടിയിലും ഒന്ന് കട്ടപ്പനയിലുമാണ് അപകടമുണ്ടായത്. പന്നിയാർകുട്ടിയില് ജീപ്പിൽ സഞ്ചരിച്ച ഒരു കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത്. അവർ രാജാക്കാട് പന്നിയാർകുട്ടിക്ക് സമീപത്ത് പള്ളിയുടെ സമീപത്ത് വെച്ചാണ് ജീപ്പ് പാലത്തിന് സമീപം നിയന്ത്രണം വിട്ട് വലിയ കൊക്കയിൽ ഏതാണ്ട് 100 അടി താഴ്ചയുള്ള കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. മുല്ലക്കാനത്ത് ബന്ധുവിന്റെ വീട്ടിൽ പോയി തിരിച്ചു വരുമ്പോഴാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഇതിൽ ബോസ് റീന ദമ്പതികളാണ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചത്. ഇവരുടെ ബന്ധു കൂടിയായ എബ്രഹാം തത്തമ്പള്ളിയിൽ എന്നയാൾ ഇന്നലെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിയ ശേഷം ചികിത്സയിലിരിക്കുകയാണ്. ഇന്ന് രാവിലെയോടെയാണ് മരണം സംഭവിച്ചത്. 3 പേരുടെയും മൃതദേഹം അടിമാലി താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇതിൽ ഈ മരിച്ച റീന എന്ന് പറയുന്നത് KM ബീനാമോൾ ഒളിമ്പ്യന്റെ ബന്ധുവാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. സഹോദരിയാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒളിമ്പ്യൻ ബീനാമോളുടെ സഹോദരിയാണ് ഈ മരിച്ച ഭാര്യ, ബോസിന്റെ ഭാര്യ റീന. ഇവരുടെ ബന്ധുവായ അബ്രഹാമും ഇന്ന് രാവിലെയാണ് മരിച്ചത്. ഇത് ഏതാണ്ട് 10:30 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഇവർ ബന്ധുവീട്ടിൽ മുല്ലക്കാനത്ത് പോയി തിരിച്ചു വരുമ്പോഴേക്കും ജീപ്പ് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. 100 അടി താഴ്ചയോളം താഴേക്കാണ് ജീപ്പ് പോയത്. വലിയ ശബ്ദം കേട്ട് നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ പെട്ടെന്ന് സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തുകയുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷെ പിന്നീട് ഇവരുടെ 2 പേരുടെ മൃതദേഹം അവിടെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും ചേർന്ന് ഉയർത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ബന്ധു അബ്രഹാം ഈ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് മരിച്ചത്. മറ്റൊരു അപകടം കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് കട്ടപ്പനയിലാണ് സംഭവം. കട്ടപ്പന കരിമ്പാനിപ്പടിയിലാണ് വാഹനാപകടത്തിൽ ഒരാൾ മരിക്കുന്നത്. വള്ളക്കടവ് തണ്ണിപ്പാറ സ്വദേശിയായ റോബിൻ ജോസഫ് എന്ന യുവാവ് സഞ്ചരിച്ചൊരു വാഹനമാണ് അവിടെ കരിമ്പാനിപ്പടിയിൽ ഒരു ക്രാഷ് ബാരിയറിൽ ഇടിച്ചു കയറി. ഈ ക്രാഷ് ബാരിയർ വാഹനത്തിനുള്ളിലേക്ക് ഇടിച്ചു കയറിയ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതൊരു വളവാണ്. ആ വളവിന്റെ പ്രദേശത്ത് നിയന്ത്രണം വിട്ടപ്പോഴാണ് ഈ ക്രാഷ് ബാരിയറിലേക്ക് ഇടിക്കുകയും അത് തുടർന്ന് ഈ ക്രാഷ് ബാരിയർ വാഹനത്തിനുള്ളിലേക്ക് ഇടിച്ചു കയറുകയും ചെയ്തത്. അങ്ങനെയാണ് വള്ളക്കടവ് തണ്ണിപ്പാറ സ്വദേശിയായ റോബിൻ ജോസഫ് മരണം സംഭവിച്ചത്. പെട്ടെന്ന് അവിടെയും സുരക്ഷാ സേന അടക്കം എത്തിയാണ് ഈ ക്രാഷ് ബാരിയർ കട്ട് ചെയ്ത ശേഷമാണ് റോബിന്റെ മൃതദേഹം വാഹനത്തിൽ നിന്ന് എടുക്കാൻ കഴിഞ്ഞത്. ഇടുക്കിയിൽ നിന്ന് ആൽവിൻ തോമസ് ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.